ഹലോ ഗായ്സ്, രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നുള്ള തകൃതിയായിട്ടുള്ള റീലെടുപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ കാട്ടി കിട്ടുന്നുണ്ട്, ലാസ്റ്റ് എന്തൊക്കെയോ ചെയ്തത് വീഡിയോ ആക്കി എടുക്കാറുമുണ്ട് വൈകുന്നേരം പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞാപ്പി താഴെ നിന്ന് ഉമ്മതാമ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളങ്ങനെ എടുക്കുകയാണ്. അവളെടുത്തു. പിക്ക് എന്തൊക്കെയോ പറഞ്ഞ് അവളെ കളിയാക്കുന്നുണ്ട്. കുളിക്കാത്ത കുഞ്ഞാപ്പി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുവാണ്. കുഞ്ഞാപ്പിക്ക് അതൊക്കെ കേട്ടിട്ട് ഒരുമാതിരി ചമ്മലും നാണവും എന്താണെന്നറിയത്തില്ല. അതൊന്നും പറയില്ലേ പപ്പ എന്നൊക്കെ എൻ്റെ തോളിൽ കിടന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാപ്പി ഇങ്ങനെ കയറി വെച്ച് ഫോണിലോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ ചെയ്യാനാ. അങ്ങനെ ലാസ്റ്റ് റീലെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞാപ്പിക്ക് ടാറ്റ പറഞ്ഞ് ഇറങ്ങുകയാണ്. ഞങ്ങൾ 4th ഫ്ലോറിലാണ് താമസിക്കുന്നത്. അപ്പം സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴെത്തെത്താൻ. ലിഫ്റ്റൊന്നും വർക്കിംഗ് അല്ല. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കും വീഡിയോ എടുക്കാൻ ഞങ്ങൾ മറന്നിട്ടില്ല. ഇപ്പോൾ കുറച്ച് സമയം കിട്ടാറുണ്ടാകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കാറിലിരുന്ന് മുടിയൊക്കെ ഒതുക്കി കാർ ഡ്രൈവ് ചെയ്യുവാണ്. റീലൊക്കെ എടുക്കാമെന്ന് വെച്ചു. എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞു സീരിയസ് ആയിട്ട് വണ്ടി ഓടിക്കുക. എന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് ഇടയ്ക്ക്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മെട്രോയിലാണ് പോകുന്നത്. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കാറിലാണ് പോകുന്നത്. ആ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ അല്ല, മെട്രോ റൂട്ടാണത്. മെട്രോ സ്റ്റേഷൻ ഒരു ജസ്റ്റ് ഒരു മെട്രോ സ്റ്റേഷൻ അടുത്താണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞിട്ട് അടുത്ത മെട്രോ സ്റ്റേഷനിലാണ് ഈ കട ഷോപ്പുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടലാണ് കാണുന്നത്. JP സിദ്ധാർത്ഥ് എന്ന് പറയുന്നത് ഈ ഹോട്ടലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടുത്തെ മിക്കുള്ള ഡോക്ടർമാരും VIPസും എല്ലാം വരുന്നത് ഇവിടെയാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുത്ത് എന്തൊക്കെയോ പാട്ടൊക്കെ പാടി ചിരിച്ച് കളിച്ചൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. ലേറ്റായി ഓൾറെഡി, എന്നാലും എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ച് കളിച്ചങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പതുക്കെ പോകും പറഞ്ഞിട്ട് ഇക്ക ഭയങ്കര സ്പീഡിലാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ഹോസ്പിറ്റലിൽ എങ്ങനെയെങ്കിലും ഇറക്കി വിടാനുള്ള തിരക്കിലാണ് ഇക്ക. കാരണം ഞാൻ പകുതിക്ക് ഇറങ്ങത്തില്ല. ഹോസ്പിറ്റലിനകത്ത് കൊണ്ട് എന്നെ ഇറക്കിയല്ലേ ഞാൻ ഇറക്കത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ ആക്കത്തില്ലായിരിക്കുന്നു. പക്ഷേ എന്നെ ആക്കാൻ വേണ്ടിയിട്ട് വണ്ടി വിളക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഗൈസ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പൊതുവെ എന്നെ മെട്രോ സ്റ്റേഷൻ്റെ താഴെ ഇറക്കി വിട്ടിട്ട് ഞാൻ പിന്നെ നടന്നു പോകാറുണ്ട് പതിവ്. പക്ഷേ ഇന്ന് എന്നെ കൊണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. ഇതാണ് ഞങ്ങൾ നടന്നു പോകുന്ന വഴിയാണിത്. പക്ഷേ ഇന്ന് വണ്ടിയിലാണുള്ളത്. അങ്ങനെ പോയി അവസാനം ഹോസ്പിറ്റലിൻ്റെ എമർജൻസി ഗേറ്റിൻ്റെ അകത്തോട്ട് എത്തുവാണ്. ഞാനിപ്പോൾ ഇറങ്ങും, പിന്നെ ഇക്ക പോകും. അപ്പോൾ എന്നോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞ് ആദ്യം പറഞ്ഞു ഇറങ്ങാൻ, പിന്നെ പറഞ്ഞു ഇറങ്ങണ്ടാന്ന്. പിന്നെ അകത്ത് കൊണ്ടങ്ങ് ആക്കി തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ ഇറങ്ങുവാണ്. ഇക്കാക്ക് ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി നടക്കുവാണ്. നടന്നത് ഇതാണ് ഞങ്ങൾ പോകുന്ന വഴി. ഹോസ്പിറ്റലിലോട്ട് കയറുന്നൊരു ഷോർട്ട് കട്ടാണിത്. പക്ഷേ ഏറ്റവും ഭംഗിയുള്ള, ഇവിടെ കുരങ്ങനൊക്കെ ഉണ്ട് കണ്ടോ, പ്രതിമയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും ഭംഗിയുള്ള വഴിയാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ലാസ്റ്റ് ഞാൻ വന്നു, ഡ്രസ്സൊക്കെ മേടിച്ചു. മുകളിൽ പോയിട്ട് 2nd ഫ്ലോറിൽ പോയിട്ട് വേണം ഞങ്ങൾക്ക് യൂണിഫോമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. യൂണിഫോം എല്ലാം മേടിച്ചു. ഇനി ചേഞ്ച് ചെയ്യാൻ പോവാണ്. ചേഞ്ച് ചെയ്തു. ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. ID കാർഡൊക്കെ പോക്കറ്റിലിട്ട്. ശരി, ടാറ്റ, ബൈ. ഡ്യൂട്ടിക്ക് കയറുവാണ്. ബൈ.